അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വീട് പണിയുമ്പോൾ തറക്കല്ലിടുന്ന സമയത്ത് പ്രത്യേകമായ ആചാരങ്ങളോ കർമ്മങ്ങളോ സുന്നത്തായിട്ടുണ്ടോ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. കാരണം തറക്കല്ലിടുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രൂപത്തിലുള്ള ആഘോഷങ്ങളും ആചാരങ്ങളും ഒക്കെ നടത്താറുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിൽ ഇല്ലാത്ത കുറേ ചടങ്ങുകൾ വീട് പണിയാനോ സ്ഥാപനം ബിൽഡിംഗ് പണിയുന്നതിന് മുമ്പായിട്ടൊക്കെ കല്ലിടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ ചെയ്യുന്നതായി കാണാൻ പറ്റും. നാട്ടാചാരങ്ങളുടെയൊക്കെ സ്വാധീന ഫലമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതെല്ലാം ബിദ്അത്താണ്. ഇസ്ലാമിൽ ഇല്ലാത്തൊരു കാര്യം ഒരാൾ ചെയ്താൽ അത് തള്ളപ്പെടേണ്ടതാണ്. എന്നാൽ കല്ലിടുന്ന സമയത്ത് നമുക്ക് പാലിക്കേണ്ട ചില മര്യാദകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഏതൊരു നല്ല കാര്യം തുടങ്ങുമ്പോഴും ബിസ്മില്ല ചൊല്ലി നമുക്ക് തുടങ്ങാം. അതേപോലെ തന്നെ ഒരു വീട് വെച്ച് താമസം തുടങ്ങുന്ന സമയത്ത് നമുക്ക് അള്ളാഹുവിന് നന്ദി, ശുക്ർ, അൽഹംദുലില്ലാ, അള്ളാഹുവിന് നന്ദി പറയണം. കാരണം അള്ളാഹുവിന് നന്ദി പറഞ്ഞാൽ അതിന്റെ ബറക്കത്ത് നിഅമത്തും അള്ളാഹു വർദ്ധിപ്പിച്ച് തരിക തന്നെ ചെയ്യും. ലഇൻ ശകറതും ലഅസീദന്നകും, അള്ളാഹുവിന് നന്ദി കാണിച്ചാൽ അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമെന്നാണ്. മാത്രമല്ല, പുതിയ വീട് താമസം തുടങ്ങുകയാണ്. അപ്പൊ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ആ മര്യാദ വലതുകാലം വെച്ച് പ്രവേശിക്കുക. ആ സമയത്ത് ബിസ്മില്ലാഹി വലജന ബിസ്മില്ലാഹി വലജന ബിസ്മില്ലാഹി ഖറജന എന്നുള്ള ദുആ നടത്തുക. അതേപോലെ തന്നെ നമ്മൾ ആദ്യമായി ആ വീട്ടിൽ കയറി താമസം തുടങ്ങുമ്പോൾ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ എന്ന ദുആ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ പ്രയാസങ്ങളിലും ദോഷങ്ങളിൽ നിന്നും ആ മനുഷ്യന് സംരക്ഷണം ഉണ്ടാകുമെന്നാണ്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ നമ്മൾ ഓതണം. വീട്ടിൽ ഓതേണ്ട പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ബഖറ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സൂറത്തുൽ ബഖറ ഓതുക. സൂറത്തുൽ ബഖറ ഓതിയാൽ ശൈത്താന്റെ എല്ലാവിധ ഷർറിൽ നിന്നും സംരക്ഷണം ഉണ്ടാകും. അപ്പോൾ ഹദീസിനുള്ളത് നമ്മൾ ചെയ്യുക, ഇല്ലാത്ത ഒഴിവാക്കുക. സങ്കടകരമെന്ന് പറയട്ടെ, റാത്തീബും മൗലൂദും ഒക്കെ വീട് കയറി താമസിക്കുന്ന അന്ന് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ കല്ലിടുന്ന അന്ന് ഒരുപാട് അനാചാരങ്ങൾ ചെയ്യുന്നത് കാണാൻ കഴിയും, സ്ഥാനം നോക്കുന്നത് കാണാൻ കഴിയും. ഇതൊന്നും ഇസ്ലാമിക പ്രമാണങ്ങളിലില്ല. നേരെ മറിച്ച് ഉള്ളത് നമ്മൾ ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ ബിസ്മി ചൊല്ലി ആരംഭിക്കുക. നമുക്ക് ഒരു സംരംഭം തുടങ്ങാൻ അള്ളാഹു തൗഫീക്ക് നൽകിയതിന് അവൻ നന്ദി കാണിക്കുക. വലത് കാല് വെച്ച് വീട്ടിൽ പ്രവേശിക്കുക. അതേപോലെ തന്നെ പാല് കാച്ചൽ ചടങ്ങുകളൊക്കെ ചില ആളുകൾ നടത്താറുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പാല് കാച്ചി എന്ന് വെച്ചിട്ട് ഹറാമും വിദ്യാർത്ഥമൊന്നുമല്ല. എന്നാൽ പാല് കാച്ചുമ്പോൾ അവിടെ ചില ആചാരങ്ങൾ ചില ആളുകൾ ശ്രദ്ധിക്കും. അതായത് പാല് കാച്ചി നൊരഞ്ഞ് പതഞ്ഞ് പാല് താഴ്ത്തി വീഴണം, എങ്കിലേ അത് ഐശ്വര്യം ഉണ്ടാവുകയുള്ളൂ. ഇത് ഇസ്ലാമിനെതിരാണ്. ഇത് നാട്ടാചാരമാണ്. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരിക്കലും ഒരു ഭക്ഷണപാത്രവും ഭക്ഷണ സാധനവും നമ്മൾ വേസ്റ്റ് ആക്കാൻ ഒരിക്കലും ഒരു ഭക്ഷണ സാധനവും വേസ്റ്റ് ആക്കാനോ നശിപ്പിക്കാനോ പാടില്ല. അത് ഒരു വിഷയത്തിന്റെ പേരിലും പാടില്ല. നേരെ മറിച്ച് നമ്മൾ ചായ തിളപ്പിക്കുകയോ പാല് തിളപ്പിക്കുകയോ അല്ലെങ്കിൽ ചോറ് വെക്കുകയോ ഒക്കെ ചെയ്ത് ഒരു നല്ല രൂപത്തിലുള്ള തുടക്കം ആവാം. പക്ഷെ അവിടെ ഇല്ലാത്ത ആചാരങ്ങൾ കൊണ്ട് കണക്ട് ചെയ്ത് ആ രൂപത്തിൽ അത് നുരഞ്ഞ് പതഞ്ഞ് പാത്രം കവിഞ്ഞ് നിലത്ത് വീഴണം എന്ന രൂപത്തിലുള്ളത്. അതുപോലെ തന്നെ ഗ്യാസ് സൗകര്യം ഉണ്ടെങ്കിൽ പോലും ചില ആളുകൾ അടുപ്പിൽ തന്നെ, സാധാരണ അടുപ്പിൽ തന്നെയാണ് വെക്കുക. കാരണം അതിനാണ് ഐശ്വര്യം എന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ചിന്തകൾ വന്നാൽ അതിന്റെ വിധി മാറും, അത് ഹറാമാകും. അത് ചിലപ്പോൾ ഷിർക്കിലേക്കും കുഫറിലേക്കും, എന്താണോ നമ്മുടെ മനസ്സിലുള്ള വിചാരം അതനുസരിച്ച് അതിന്റെ വിധി മാറ്റപ്പെടും എന്നുള്ളത് മനസ്സിലാക്കുക. ഇതാണ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.